أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين അമ്മൽ അഹ്കാം ഹുക്കുമുകൾ വിധികളെ പറയണം. ആർക്കൊക്കെയാണ് നോമ്പ് നിർബന്ധമാകുക എന്ന് നാം പറഞ്ഞു. ഇനി അമ്മൽ അഹ്കാം അത് ഓരോന്നോരോന്ന് വിശദീകരിക്കുന്നുള്ളൂ. അമ്മൽ അഹ്കാം അപ്പോൾ വിധികൾ ഫഫീഹി മസ്അലത്താൻ ഇതിൽ രണ്ട് മസ്അലയുണ്ട്. ഇഹ്ദാഹുമ രണ്ടിലൊന്ന് അൽ മജ്നൂനു ലാ യൽസമുഹു സൗമു ഫിൽ ഹാലി മജ്നൂനിന് നോമ്പ് നിർബന്ധമില്ല എന്നാണ്. ഫിൽ ഹാലി ആ സമയത്ത് ബിൽ ഇജ്മാ കൊണ്ടിട്ട് ലിൽ ഹദീസ് ഉണ്ടായതിന് വേണ്ടിയിട്ട് വൽ ഇജ്മാവും ഉണ്ടായതിന് വേണ്ടിയിട്ട് നോമ്പ് നിർബന്ധമില്ല ഫിൽ ഹാല് ആ സമയത്ത്, അതായത് ഈ ജുനൂനുള്ള സമയത്ത്. ഇനി വൈദ അഫാക്ക ഇനി അവന് ബോധം വന്നാലോ ലാ യൽസമുഹു ഖലാഉ മാ ഫാത്തഹു അവൻ നഷ്ടപ്പെട്ടതിനെ ഖലാ വീട്ടൽ നിർബന്ധമില്ല. ഫിൽ ജുനൂനിലുള്ള നഷ്ടപ്പെട്ടത് ഖലാ വീട്ടൽ നിർബന്ധമില്ല. സവാവുൻ ഖല്ല അത് കുറഞ്ഞതാകട്ടെ ഔ കസുറ അല്ലെങ്കിൽ അധികരിച്ചതാകട്ടെ. അപ്പോൾ ജുനൂനിൻ്റെ സമയത്ത് നഷ്ടപ്പെട്ടത് ഖലാ വീട്ടൽ നിർബന്ധമില്ല എന്നാണ്. ഇനി അതുപോലെ തന്നെ സവാവുൻ അഫാഖബാദ റമദാന് ശേഷമാണ് ബോധം വന്നത്. ഔ ഫീ അസിനായി അല്ലെങ്കിൽ റമദാൻ്റെ ഇടയിലാണ് ബോധം വന്നത്. എന്നാലും എന്ത് വേണ്ട, കലാവീട്ട നിർബന്ധം. ആ ഭ്രാന്തിൻ്റെ സമയത്തുള്ളത് കലാവീട്ട നിർബന്ധമില്ല. ഹാദാ ഹുവൽ മദ്ഹബു ഇതാണ് മദ്ഹബ്. വൽ മൻസൂസും അത് തന്നെയാണ്, നസ്സാക്കപ്പെട്ട അഭിപ്രായം അതാണ്. വബിഹി ഖത്താൽ മുസന്നിഫ് ഇതുകൊണ്ട് മുസന്നിഫ് ഉറപ്പിച്ചു പറഞ്ഞു. വൽ ജുംഹൂറും ഭൂരിപക്ഷ പണ്ഡിതന്മാർ ഉറപ്പിച്ചു പറഞ്ഞത് ഇതാണ്. വഫീഹി വാജുഹൻ ഷാദൻ ഇതിൽ ഒരു ഷാദ ഒരു ഒറ്റപ്പെട്ട ഒരു അഭിപ്രായം ഉണ്ട്. എന്താണ് അത്? വജുഹുണ്ട്. അന്നഹു യൽസമുഹു മുത്ലഖൻ അവന് നിർബന്ധമാണ്, നിരുപാധിക നിർബന്ധമാണ്. അത് ഹക്കാവുൽ മാവർദി ഹിക്കായത്ത് ചെയ്ത അഭിപ്രായം. വബ്നു സബ്ബാഗും വാഖറൂന അനിബിന് സുറൈജിനെ തൊട്ട് റിവായത്ത് ചെയ്ത ഹിക്കായത്ത് ചെയ്ത ഒരഭിപ്രായം ഷാദ അഭിപ്രായമാണ്. അത് ഏതായിരുന്നത്? നിരുപാധികം നിർബന്ധമാകുമെന്ന്. അതായത് അധികമാകട്ടെ, ഇടയിലാകട്ടെ, റമദാൻ്റെ ഇടയിലാകട്ടെ, റമദാന് ശേഷമാകട്ടെ, കുറഞ്ഞ ഭ്രാന്താകട്ടെ, അധികരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞില്ലേ. ആ പറഞ്ഞതിൽ എല്ലാം നിരുപാധികമായിട്ട് നിർബന്ധമാകുമെന്ന് പറഞ്ഞവരുണ്ട്. ഷാദായ വജഹാണ് അല്ലേ. അതിനെ ആരൊക്കെ റിവായത്ത്? മാവർദി, ഇബ്നു സബ്ബാഗ്, മറ്റുള്ളവരെല്ലാം ഇബ്നു സുറൈജിനെ തൊട്ട് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഹിക്കായത്ത് ചെയ്തു. കാലൽ മാവർദി പറഞ്ഞു ഹാദാ മദ്ഹബുൻ ലിബ്നു സുറൈജ് ഇത് ഇബ്നു സുറൈജിൻ്റെ മദ്ഹബാണ്. വലൈസ ബി സഹീൻ അത് സഹീഹല്ല. കാല അദ്ദേഹം പറഞ്ഞു മദ്ഹബ് ഷാഫി അബി ഹനീഫത്ത വ സായിരിൽ ഫുഖായി മാവർദി തന്നെ പറയണം അല്ലേ. അദ്ദേഹം പറഞ്ഞു മദ്ഹബ് ഷാഫി ഇമാമിൻ്റെ മദ്ഹബും അബു ഹനീഫ ഇമാമിൻ്റെ മദ്ഹബും സായിരിൽ ഫുഖായി മറ്റു ഫുഖാക്കന്മാരൊക്കെ മദ്ഹബ് അന്നഹു ലാ യൽസമുഹുൽ ഖലാഉ നിർബന്ധമില്ല, അവന് ഖലാഉ നിർബന്ധമില്ല എന്നാണ്. വഹക്കാവു സാഹിബുൽ ബയാൻ അതിനെ ഹിക്കായത്ത് ചെയ്തിട്ടുണ്ട്. ഇബ്നു സുറൈജിനെ തൊട്ട്. സുമ്മ ഖാല പിന്നെ അദ്ദേഹം പറഞ്ഞു വക്കീല പറയപ്പെട്ടു ലാ യസിഹു അൻഹു എന്ന്. അവനെ തൊട്ട് സഹി അല്ല, ഭ്രാന്തൻ്റെ നോമ്പ് ശരിയല്ല എന്നും പറയപ്പെട്ടു. വഫീ വജുഹുൻ സാലിസൻ അതിലൊരു മൂന്നാമതൊരു വജുവും കൂടിയുണ്ട്. വഹുദ് മദ്ഹബു അബു ഹനീഫ ഇമാമിൻ്റെ മദ്ഹബാണ്, സൗരി ഇമാമിൻ്റെ മദ്ഹബാണ്. അന്നഹു ഇത് അഫാഖ ബി അസ്നാഇ ശരി വേറൊരു അഭിപ്രായം ഭ്രാന്തൻ്റെ വിഷയത്തിലെ മറ്റൊരു വജുവും കൂടി എന്താണത്? ഇതാ ഇൻ അഫാഖ ബി അസ്നാഇ ശരി മാസത്തിൻ്റെ ഇടയിലാണ് ബോധം വന്നതെങ്കിൽ ലസിമഹു ഖലാഉ മാ ഫാത്തഹു നഷ്ടപ്പെട്ടതിന് ഖലാ വിട്ട് നിർബന്ധവും. വൈൻ അഫാഖ ബാദു മാസം കഴിഞ്ഞിട്ടാണ് ബോധം വന്നതെങ്കിൽ ഫല ഖലാ ഇല്ല എന്ന് ഒരഭിപ്രായം. മൊത്തത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു. ഇനി പറയണം ഇവിടെ വേറൊരു വജഹും കൂടി ഉണ്ട്. അതാണ് അബു ഹനീഫ ഇമാമിൻ്റെ മദ്ഹബാണ് എന്നും പറഞ്ഞ് സൗരീൻ്റെയും മദ്ഹബാണ്. അതായത് മാസത്തിൻ്റെ ഇടയിൽ ബോധം വന്നാൽ നഷ്ടപ്പെട്ടത് ഖലാ വിട്ട് നിർബന്ധം. ഇനി അതിന് അഫാഖ ബാദുവാണെങ്കിൽ ഫല ഖലാ, ശേഷമാണെങ്കിൽ ഖലാ വേണ്ട. ഖാല സാഹിബുൽ ബയാനിൻ്റെ സാഹിബുൽ ബയാൻ പറഞ്ഞു. ഖാല എന്താ പറഞ്ഞത്? ഖാല ഇബ്നു സുറൈജും പറഞ്ഞു.
വഖദ് ഹക്കൽ മുസ്നി, തീർച്ചയായും മുസ്നി ഇമാം ഹിക്കായത്ത് ചെയ്തു ഫിൽ മൻസൂറിൽ ഹാദ ഇതിനെ അനിഷാഫി ഷാഫി ഇമാമിനെ തൊട്ട്. അതായത് മാസത്തിൻ്റെ ഇടയിൽ ബോധം വന്നാൽ ഖളാ വേണം, അതിന് ശേഷമാണെങ്കിൽ ഖളാ വേണ്ട എന്ന് പറഞ്ഞ അഭിപ്രായം. ഖാലത്ത് വലാ യസിഹു അൻഹു ഹാദ അനിഷാഫി. ഇവിടെ പറഞ്ഞത് ഹക്കൽ മുസ്നി എന്താണ് ഹിക്കായത്ത് ചെയ്തു മൻസൂറിൽ ഹാദ ഇതിനെ അനിഷാഫിയെ തൊട്ട്. കാല അദ്ദേഹം പറഞ്ഞു വലാ യസിഹു അൻഹു, അങ്ങനെയാണ്, അവനെ തൊട്ട് സഹി ആകൂല. കാല സാഹിബുൽ ബയാൻ പറഞ്ഞു വാദ യദുല്ലു അല ബുത്ലാലിൻ ഹിക്കായത്ത് അനിബിന് സുറൈജിൻ. ഇതറിയിക്കുന്നുണ്ട് ഹിക്കായത്ത് ബാത്തിലാണ്, ഇബിന് സുറൈജിനെ തൊട്ടുള്ള ഹിക്കായത്ത് ബാത്തിലാണെന്നതിൻ്റെ മേൽ തെളിവാണ്. ഫിമൻ അഫാഖ ബാദ ഷഹരി, ഷഹറിന് മാസത്തിന് ശേഷം ബോധം വന്നവനിൽ അന്നഹു എൽസമുഹുൽ ഖളാ, അവന് ഖളാ നിർബന്ധമാണെന്ന്. അപ്പോൾ ഫഹസല സലാസ് തൗജൂൻ, അപ്പോൾ 3 വജുഹുകൾ സ്ഥിരപ്പെട്ടു. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കി വെക്കാം. നമ്മുടെ ഇതിൽ അങ്ങനെ ഇല്ലല്ലോ, നമ്മൾ വെച്ച് നേരത്തെ പറഞ്ഞല്ലോ. ഇനി അൽ മദ്ഹബ് അന്നഹു ലാ ഖളാ അലൈഹി, അവൻ്റെ മേൽ ഖളാ വേണ്ട എന്നാണ്. വസാനി രണ്ടാമത്തെ അഭിപ്രായം യജിബു നിർബന്ധമാണ്. ഇൻ അഫാഖ ഫി ഷഹരി, ആ മാസത്തിൽ തന്നെ ബോധം വന്നാൽ, ലാ ബാദു ശേഷമല്ല. ദലീൽ മദ്ഹബിൻ്റെ ദലീൽ എന്താ? ഫിൽ കിതാബിൽ വഹക്ക റാഫി ഇമാം അതിനെ എന്താ ഹിക്കായത്ത് ചെയ്തു സലാസ് അഖ്വാൽ, 3 അഖ്വാൽ. ഖാലത് വഹാദ ഫിൽ ജുനൂനിൽ മുൻഫരിദി, ഇത് തനിച്ച ഭ്രാന്തനിലാണ് ഈ പറഞ്ഞത്. പല വൃത്തദ്ദ, അപ്പോൾ ഒരാൾ മുർത്തദ്ദാവുകയും സുമ്മ ജുന്ന പിന്നെ ഭ്രാന്തനാവുകയും ചെയ്താൽ, ഔ സക്കിറ അല്ലെങ്കിൽ ബോധം നഷ്ടപ്പെട്ടാൽ മസ്തായി, സുമ്മ ജുന്ന പിന്നെയാണ് ഭ്രാന്തനായത്, ഫഫി വുജൂബിൽ ഖളായി വജൈൻ, അപ്പോൾ അവന് നിർബന്ധമുണ്ടോ എന്ന വിഷയത്തിൽ 2 വജുഹുണ്ട്. ഖാല അദ്ദേഹം പറഞ്ഞു പോലെ അല്ലൽ അസഹാഭിപ്രായം അൽ ഫർഖു ബൈന തിസാലിഹി ബിർ റിദ്ദത്തി വത്തിസാലിഹി ബിസ് സുക്കിരി കമാ സബക്ക ഫിസ് സ്വലാത്തി, റിദ്ദത്ത് ചേരുന്നതിൻ്റെ ഇടയിലും സുക്കർ ചേരുന്നതിൻ്റെ ഇടയിലും ഫർക്ക് ഉണ്ട് എന്നുള്ളത് അസഹാഭിപ്രായം. കമാ സബക്ക ഫിസ് സ്വലാത്തി, നിസ്കാരത്തിൽ കഴിഞ്ഞതുപോലെ. വഹാദല്ലദി അശാറ ഇലാ തസ്ഹീഹി ഹുവൽ അസഹു, ഈ തസ്ഹീഹിലേക്ക് സൂചിപ്പിച്ച ഒന്ന് ഹുവൽ അസഹു, അതാണ് അസഹു. ഫയജിബു ഫിൽ മുർത്തദി, അപ്പോൾ മുർത്തദിൽ നിർബന്ധമാണ് ഖളാഉൽ ജമീ, മുഴുവനും ഖളാ വീട്ടണം. വലാ യജിബു ഫി സക്രാനി, സക്രാനിൽ നിർബന്ധമില്ല. ഇല്ലാ ഖളാ അയ്യാമി സുക്രി, സുക്രിൻ്റെ കാലഘട്ടത്തിലുള്ളതല്ലാതെ നിർബന്ധമില്ല. കാരണം ലിഅന്ന ഹുക്മർ റിദ്ദത്തിൻ്റെ വിധി മുസ്തമിറാണ്, സ്ഥിരപ്പെട്ടതാണ്. ബി ഖിലാഫി സുക്രി, സുക്രിൻ്റെ മാറ്റമായിട്ട്. ഇനി അൽ മസലത്തു സാനിയ, രണ്ടാമത്തെ മസല അൽ മുഗ്മ അലൈഹി ആകുന്നത് ബോധം കെട്ട ആൾ. ലാ യൽസമുഹു സമ, അവന് നിർബന്ധമില്ല, നോമ്പ് നിർബന്ധമില്ല. ഫി ഹാലിൽ ഇഗ്മാഇൻ്റെ അവസ്ഥയിൽ നിലാ ഖിലാഫിനോട് ഖിലാഫൊന്നുമില്ല. അത് ബോധക്കേടിൻ്റെ സമയത്തുള്ള നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമില്ല എന്നാണ്. വലന കൗലൽ മുഖറജ്, നമുക്കൊരു മുഖറജായ ഒരു കൗലുണ്ട്. വഹു അത് മദ്ഹബുൽ മുസ്നി ഇമാമിൻ്റെ മദ്ഹബാണ്. അന്നഹു യസിഹു സൗമുൽ മുഗ്മ അലൈഹി എന്ന്, മുഗ്മാലയിൻ്റെ നോമ്പ് സഹിയാകുമെന്ന് ഒരു മുഖറജായ ഒരു കൗലുണ്ട്. മുസ്നി ഇമാമിൻ്റെ മദ്ഹബാണത്. ഇത് പ്രകാരം ഹാദൽ ഖൗലി, കൗല് പ്രകാരം ലാ യൽസമുഹുൽ സൗമു അയ്ളൻ, അവയാൾക്ക് നിർബന്ധമില്ല നോമ്പ്, വീണ്ടും നിർബന്ധമില്ല. ബി ഖിലാഫിൻ, ഖിലാഫ് കൂടാതെ. കാരണം ലിഅന്നഹു ഒരു മുക്കല്ലഫിൻ, അവൻ മുക്കല്ലഫല്ലല്ലോ. വയജിബുൽ ഖളാഉ അലൽ മുഗ്മ അലൈഹി, വയജിബുൽ ഖളാഉ അലാ മുഗ്മ അലൈഹി, ബോധം നഷ്ടപ്പെട്ടവന് ഖളാ വീട്ടൽ നിർബന്ധമാണ്. സവാൻ ഇസ്തഗ്റക ജമീ റമളാന, അവൻ റമളാൻ മുഴുവനും അവന് ബോധക്കേട് മുഴുവനായ ആകട്ടെ, ബാലോ അല്ലെങ്കിൽ റമളാൻ്റെ ബാലിലാണ്, അല്പമാണ് ബോധം കെട്ടത് എങ്കിലും അവർക്ക് ഖളാ നിർബന്ധമാണ്. ലിമാ ദക്കറഹുൽ മുസന്നിഫ് പറഞ്ഞ ഒന്നിന് വേണ്ടി, അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വാക്കൽ അസ്ഹാബുകൾ ഹിക്കായത്ത് ചെയ്തു വജ്ഹൻ, ഒരു വജ്ഹിനെ അനിബിന് സുറജിനെ തൊട്ട് അന്നൽ ഇഗ്മാഅൽ മുസ്തഗ്രിഖ ലി ജമീ റമളാന, റമളാ മുഴുവത്തിനെയും മുഴുക്കയാക്കുന്ന ബോധക്ഷയം ലാ ഖളാ ഫീഹി, അതിൽ ഖളാ ഇല്ല, കൽ ജുനൂന് ഭ്രാന്ത് പോലെ തന്നെയാണ് ഇബ്നു സുറൈജ് പറഞ്ഞു.
വക്കമാല യജിബു അലൈഹി ഖലാഉ സ്വലാത്തി, അതുപോലെ തന്നെയാണ് നിസ്കാരം ഖലാവിട്ട് നിർബന്ധമില്ലാത്തതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞു. ഹാക്കഥാ നക്കൽ ജുംഹൂറു, പ്രകാരം ജുംഹൂർ ഇബ്നു സുറൈജിനെ തുടങ്ങി നക്കൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വനക്കലൽ ബഗവി ഇമാം നക്കൽ ചെയ്തു അന്നു അദ്ദേഹത്തെ തൊട്ട് അന്നഹു ഇദസ്തഗറക്കൽ ഇഗ്മാഉ റമളാന, റമളാനിൽ ഇഗ്മാഉ മുഴുക്കയായി, ഔ യൗമമിൻ, അല്ലെങ്കിൽ റമളാനിൽ ഒരു ദിവസം മൊത്തത്തിൽ അവനക്ക് ബോധം നഷ്ടപ്പെട്ടു, എന്നാൽ ആ ഖലാ അലൈഹി, അവൻ്റെ മേൽ ഖലാ ഇല്ല. വഖ്താറ സാഹിബുൽ ഹാവി, സാഹിബുൽ ഹാവി തിരഞ്ഞെടുത്തിട്ടുണ്ട് കൗല ഇബ്നു സുറൈജിൻ്റെ കൗലിന്, ഹാദാ ഈ കൗലിന്, ഫി അന്നഹു ലാ ഖലാ അലൽ മുഗ്മാലൈഹി, മുഗ്മാലൈൻ്റെ മേൽ ഖലാ ഇല്ല എന്ന ഇബ്നു സുറൈജിൻ്റെ കൗലിനെ അദ്ദേഹം മുഖ്താറാക്കി. വൽ മദ്ഹബ് വുജൂബുൽ ഖലായി അലൈഹി, അവൻ്റെ മേൽ ഖലാ നിർബന്ധമാണെന്ന മദ്ഹബ്. ഫറക്ക അസ്ഹാബു ബൈനൽ ജുനൂനി വൽ ഇഗ്മായി, ഭ്രാന്തൻ്റെയും ബോധം കെട്ടവൻ്റെ ഇടയിൽ സുഹാബ് ഫർക്ക് പറഞ്ഞു. ബിമാ ഫറക്കൽ മുസന്നിഫ്, മുസന്നിഫ് ഫർക്ക് പറഞ്ഞു ഒന്നുകൊണ്ടിട്ട്. ബൈന സൗമി വ സലാത്തി, അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെ ഇടയിൽ ഫർക്ക് പറഞ്ഞു. കാരണം അന്ന സ്വലാത്ത്, നിസ്കാരം, തതക്കററു, അത് ആവർത്തിക്കും. അപ്പോൾ ഫയശുക്കു ഖലാവു, ഖലാ വിട്ടൽ പ്രയാസമാണ്. ബിഖിലാഫി സൗമി, നോമ്പിനെതിരായിട്ട്. നോമ്പിൽ അങ്ങനെയല്ലല്ലോ, നോമ്പിൽ കൊല്ലത്തിൽ ഒരു മാസമല്ലേ വരുന്നുള്ളൂ. വാഹാദ ഹുവൽ ഫർഖു ബൈനൽ ഖലാഇൽ ഹൈലി സൗമി ദൂന സ്വലാത്തി, ഇത് തന്നെയാണ് ഫർക്ക്, വ്യത്യാസം. ബൈനൽ ഖലാഇൽ ഹൈലി സൗമ, ഹൈലുകാരി നിസ്കാരം ഖലാ വീട്ടണം, നോമ്പ് ഖലാ വീട്ടണം, ദൂന സ്വലാത്ത് നിസ്കാരം കൂടാതെ ഖലാ വീട്ടണം എന്ന് പറയാനുള്ള മസലയും ഇത് തന്നെയാണ്. ഖാല അസ്ഹാബുന, നമ്മുടെ അസ്ഹാബ് പറഞ്ഞു, ഒമൻ സാല അഖ്ലുഹു, ഒരാൾ അവൻ്റെ ബുദ്ധി നീങ്ങി, ബിമറലിൻ, രോഗം കാരണവും, ബി ഷുർബിൻ, അല്ലെങ്കിൽ കള്ളു കുടിച്ച്, ദവായിൻ, മരുന്ന് കുടിക്കൽ കൊണ്ട്, ശരിബഹു, അവൻ കുടിച്ച മരുന്നുകാരൻ്റെ കാരണം കൊണ്ടാണെങ്കിൽ, ഹാജത്തിന്, ആവശ്യത്തിന് വേണ്ടിയുള്ള മരുന്ന് കുടിച്ചു, അങ്ങനെ ബുദ്ധി പോയാൽ, ഔ ബി ഔദിരിൻ ആഖറ, മറ്റൊരു കാരണം കൊണ്ടൊക്കെ ബുദ്ധി നഷ്ടപ്പെട്ടു, എന്നാൽ ലസിമഹു, അവനക്ക് ഖലാഉ സൗമി, നോമ്പ് ഖലാ വിട്ടൽ നിർബന്ധമാണ്, ദൂന സ്വലാത്ത് നിസ്കാരം കൂടാതെ. ഏതുപോലെ തന്നെ കൽ മുഗ്മാലഹിയെ പോലെ, ബോധം നഷ്ടപ്പെട്ടവനെ പോലെ തന്നെ. വലാ യഅ്സമു ബി തർക്കി സൗമി ഫി സമനി സവാലി അഖ്ലിഹി, അവൻ്റെ ബുദ്ധി നീങ്ങിയ സമയത്തുള്ള നിസ്കാരം, നോമ്പ് ഉപേക്ഷിക്കൽ കൊണ്ട് അവൻ കുറ്റക്കാരനാവുകയില്ല എന്നൊക്കെ പറഞ്ഞു. ഇനി വമ്മാമൻ സാല അഖ്ലു, ബുദ്ധി നീങ്ങിയ ആൾ, ബി മുഹറമിൻ, ഹറാമായ കാര്യം കൊണ്ട്, കഹംറിൻ, കള്ള് പോലെ, ഔരി, അല്ലെങ്കിൽ അതല്ലാത്തതുപോലെ, മിമ്മാ സബക ബയാനുഹു ഫി അവ്വലി കിതാബിസ്സല, നിസ്കാരത്തിൻ്റെ അധ്യായത്തിൽ അതിൻ്റെ ബയാൻ മുന്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കള്ളോ അല്ലാത്ത കാര്യങ്ങളെ കൊണ്ട്, ഹറാമായ കാര്യം കൊണ്ട് ബുദ്ധി നീങ്ങിയാൽ, ഫൽസമുൽ ഖലാഉ, അവന് ഖലാ നിർബന്ധമാണ്. വയക്കൂന് ആസിമി ബി തർക്കി, അവൻ ആ ഒഴിവാക്കിയ കാരണം അവന് കുറ്റക്കാരനും ആകും. വല്ലാഹു ആലം. അപ്പോൾ അങ്ങനെയും അതും പറഞ്ഞു. ഇനി ഖാലൽ മുസന്നിഫ് റഹിമഹുല്ലാ, മുസന്നിഫ് റഹിമഹുല്ല പറഞ്ഞു, ഫൈൻ അസ്ലമൽ കാഫിറു, ഒരു കാഫിർ മുസ്ലിമായി, ഔ അഫാഖൽ മജ്നൂൻ, അലി ഭ്രാന്തൻ്റെ ഭ്രാന്ത് മാറി, ഫി അസ്നാ യൗമിൻ റമളാന, റമളാനിലെ ദിവസത്തിൻ്റെ ഇടയിൽ, ഒരു ദിവസത്തിൻ്റെ ഇടയിൽ, എന്നാൽ ഇസ്തഹബലഹു, അവനക്ക് സുന്നത്താണ്, ഇംസാഖു ബഖിയത്തിൻ നഹാരി, പകലുള്ള ബാക്കി സമയം അവൻ എന്ത് ചെയ്യുക, നോമ്പുകാരനെ പോലെ പിടിച്ചു നിൽക്കൽ. കാരണം ഹുർമത്തിൽ വഖത്തി, ആ വഖത്തിൻ്റെ ഹുർമത്ത്, ആദരവിന് വേണ്ടി. വലായൽസമുഹു ദാലിക്ക്, അത് അവനക്ക് നിർബന്ധമില്ല, അത് സുന്നത്താണെന്നാണ്. കാരണം അന്നൽ മജ്നൂന അഫ്തറ ഉദിരിൻ, ഭ്രാന്തൻ കാരണം കൊണ്ടാണല്ലോ നോമ്പ് മുറിച്ചത്. വൽ കാഫിർ, കാഫിർ വൈൻ അഫ്തറ ബി ഗൈരി ഉദിരിൻ, അൽ കാഫിർ അല്ലേ, ഇവിടെ പറഞ്ഞെന്താ, ബി ഉദിരിൻ. വൽ കാഫിർ, കാഫിറാകുന്നത്, വൈൻ അഫ്തറ ബി ഗൈരി ഉദിരിൻ, അവൻ ഉദിറില്ലാതെയാണ് നോമ്പ് മുറിച്ചതെങ്കിലും, ഇല്ലാ അന്നഹു ലമ്മ അസ്ലമ, എങ്കിലും അവൻ മുസ്ലിമായപ്പോൾ, ജാലവനായി, കൽ മഅദൂരി, ഉദിർ നൽകപ്പെട്ടവനെ പോലെയായി, ഫിമാ ഫഅല ഫി ഹാലിൽ കുഫ്രി, കുഫറിൻ്റെ അവസ്ഥയിൽ പ്രവർത്തിച്ച ഒന്നിൽ അവന് ഉദിർ നൽകപ്പെട്ടവൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ അതുകൊണ്ട് എന്തില്ല, നിർബന്ധമില്ല, സുന്നത്താണ് എന്ന് പറഞ്ഞ്. വലിഹാദ, ഇക്കാരണത്തിന് വേണ്ടി, ലാ യു ആഖദ് ബി ഖലാഇ മാ തറക്കഹു, അവനെ പിടിച്ച് ശിക്ഷിക്കൂല, ബി ഖലാഇ മാ തറക്ക, അവൻ ഉപേക്ഷിച്ച, അവൻ ഒഴിവാക്കി ഒന്നിൻ്റെ ഖലാവ് കൊണ്ടിട്ട് അവനോ വലാ ബി ലമാനിൻ മാ അത്ലഫഹു, വലാ ബി ലമാനി മാ അത്ലഫ, നശിപ്പിച്ച ഒന്നിൻ്റെ ഉത്തരവാദിത്തം കൊണ്ടിട്ടും. വലിഹാദ ഖാലല്ലാഹു തആല, അല്ലേ, വലിഹാദ ലാ യുആഖദു ബി ഖലാഇ മാ തറക്കഹു,
അവൻ ഒഴിവാക്കിയ ഒന്നിൻ്റെ കളാ കൊണ്ട് അവനോ പിടിക്കപ്പെടുകയില്ല. അതിന് വലാബിൽ ലമാനി മാത്രഫു, അവൻ നശിപ്പിച്ച ഒന്നിൻ്റെ ലമാന് കൊണ്ടിട്ടും ജാമ്യം കൊണ്ടിട്ടും പിടിക്കപ്പെടുകയില്ല. വലിഹാദ ഇക്കാരണത്തിന് വേണ്ടിയാണ് ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞു കുല്ലില്ലദീന കഫറു യൻതഹു യഗ്ഫർ ലക്കും മാ ഖദ് സലഫാൻ. കാഫിരീങ്ങളോട് നബി അങ്ങ് പറയുക, ഈ യൻതഹു അവർ അവസാനിപ്പിച്ചാൽ യഗ്ഫർ ലഹു അവർക്ക് പൊറുക്കപ്പെടും, മാ ഖദ് സലഫ മുൻകഴിഞ്ഞത് പൊറുക്കപ്പെടും. വലാ യക്കുൽ ഇന്ദമൻ യഅരിഫു ഉദ്റുഹു ലിഅന്നഹു ഇദാ തളാഹറ ബിൽ അക്ലി അർള നഫ്സഹു ലിതുഹ്മത്തി വഉഖൂബത്തി സുൽത്താനി. ഇനി വലാ യക്കുൽ ഇന്ദമൻ ലാ യഅരിഫു ഉദ്റുഹു, അവൻ ഭക്ഷിക്കരുത് ഇന്ദമൻ ഒരുത്തൻ്റെ അടുത്ത്, ലാ യഅരിഫു ഉദ്റ അവൻ്റെ ഉദ്ർ അറിയാത്ത ഒരുത്തൻ്റെ അടുത്ത് പോയി ഭക്ഷിക്കരുത്. കാരണം ലിഅന്നഹു ഇദാ തളാഹറ ബിൽ അക്ലി, കാരണം അവൻ തീറ്റ പരസ്യമാക്കിയാൽ അറള നഫ്സുഹു ലിതുഹ്മത്തി അവനെ നഫ്സ് വെളിവാകും തെറ്റിദ്ധാരണയിലേക്ക്. വൗഖുബത്ത് സുൽത്താൻ, അതുപോലെ തന്നെ സുൽത്താനിൻ്റെ രാജാവിൻ്റെ ശിക്ഷയും അവനക്ക് വെളിവാകും. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, അവൻ ഭക്ഷിക്കരുത്, അവൻ്റെ ഉദർ അറിയാത്തവൻ്റെ അടുത്ത് പോയി ഭക്ഷിക്കരുത്. ഇനി വഹൽ യജിബു അലൈഹി ഖലാഉ ദാലിക ഫീഹി വജ്ഹാൻ, ഇനി അവനത് ഖലാവിട്ട നിർബന്ധമുണ്ടോ എന്നതിൽ രണ്ട് വജ്. അഹദുഹുമ രണ്ടിൽ ഒന്നാമത്തെ വജ് എന്താ, യജിബു എന്നാണ്, നിർബന്ധമാണ് ഖലാവിട്ട. ലിഅന്നഹു അദ്റക ജുസ്അം മിൻ വഖ്തിൽ ഫർളി എന്നല്ലേ, കാരണം അവൻ ഫർളിൻ്റെ സമയത്തിൽ നിന്നൊരു ജുസ് എത്തിച്ചല്ലോ, അതുകൊണ്ട് നിർബന്ധമാണ്. വലാ യുംകിനു ഫീലു ദാലിക്കൽ ജുസി മിനസ് സൗമി ഇല്ലാ ബി യൗമിൻ ഫവജബ അൻ യഖ്ലിയഹു ബി യൗമിൻ കമാ നഖൂലു ഫിൽ മുഹറമി. ഏതുപോലെ വലാ യുംകിനു ഫർളിൻ്റെ സമയത്തിൽ നിന്ന് ഒരു ജുസീനെ എത്തിച്ചതിന് വേണ്ടി നിർബന്ധമാണ്, ഖലാവിട്ട നിർബന്ധമാണെന്ന് പറഞ്ഞു. ഒന്നാമത്തെ വജ്ഹതാണ്. വലാ യുംകിനു ഫീലു ദാലിക്കൽ ജുസി മിനസ് സൗമി, വലാ യുംകിനു സൗകര്യമല്ലല്ലോ, ഫീലു ദാലിക്കൽ ജുസി ആ ജുസീനെ പ്രവർത്തിക്കൽ, മിനസ് സൗമി നോമ്പിൽ നിന്നുള്ള ജുസ് പ്രവർത്തിക്കൽ, ഇല്ലാ ബി യൗമിൻ ഒരു യൗമ് കൊണ്ടിട്ടല്ലാതെ പറ്റൂല. ഒരു ദിവസം കൊണ്ടല്ലേ ആ ജുസീനെ പ്രവർത്തിക്കൽ സൗകര്യമാകുന്നത്. അപ്പോൾ ഫാജവ അപ്പം നിർബന്ധമായി ഖലാ വീട്ടണം, ബി യൗമിൻ ഒരു ദിവസം കൊണ്ട് ഖലാ വീട്ടണം. കമാന ഖൂലു ഫിൽ മുഹറമിൽ നാം പറഞ്ഞതുപോലെ. ഇദാ വജബ അലൈഹി ഫി കഫാറത്തിൻ നിസ്ഫി മുദ്ദിൻ, ഏതുപോലെ മുഹറമിൽ അല്ലെങ്കിൽ മുഹരിമെന്ന ഇഹ്റാം ചെയ്യുന്നവനിൽ നാം പറയുന്ന പോലെ, ഇദാ വജബ അലൈഹി ഫി കഫാറത്ത് അവൻ്റെ മേൽ നിർബന്ധമായ കഫാറത്തിൽ നിസ്ഫു മുദ്ദാണ്, ഒരു മുദ്ദിൻ്റെ പകുതി നിർബന്ധമായാൽ, ഫൈനഹു യജിബു അലൈഹി അവൻ്റെ മേൽ നിർബന്ധമാണ് ഖിസ്തിഹി അതിൻ്റെ ഖിസ്ത്, സൗമു നിസ്ഫി യൗമിൻ ഒരു ദിവസത്തിൻ്റെ പകുതി നോമ്പ്. വലാക്കിൻ ലമാലം യുംകിൻ ഫീലു ദാലിക ഇല്ലാ ബി യൗമിൻ, പക്ഷേ എങ്കിലും അവന് അങ്ങനെ ചെയ്യാൻ സൗകര്യമാകൂല, ഇല്ലാ ബി യൗം ഒരു ദിവസം കൊണ്ടിട്ടല്ലാതെ പറ്റൂലല്ലോ. പകുതി നോമ്പ് പിടിക്കണമെങ്കിൽ ഒരു ദിവസം വേണം, ഒരു ദിവസത്തിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വജബ അലൈഹി സൗമു യൗം, അപ്പോൾ ഒരു ദിവസത്തെ നോമ്പിന് നിർബന്ധമായി എന്നാണ് ന്യായം പറഞ്ഞത്. ഇനി വസാനി, അപ്പം നിർബന്ധമാണെന്ന് പറഞ്ഞു, ഇനി നിർബന്ധമില്ല. വസാനി രണ്ടാമത്തെ അഭിപ്രായം, ഹൈക്കായത്ത് ലാ യജിബു അവന് നിർബന്ധമില്ല. വഹുവൽ മൻസൂസു അതാണ് നസാക്കപ്പെട്ട ഫിൽ ബുവൈത്തിൽ നസാക്കപ്പെട്ടത് അഭിപ്രായമാണ്. ലഅന്നഹു ലം യുദ്രിക് മിനൽ വഖ്തി, കാരണം അവൻ വക്തിൽ നിന്ന് എത്തിച്ചിട്ടില്ലല്ലോ. മാ യുംകിനു സൗമ ഫീഹി നോമ്പ് സൗകര്യമാകുന്നൊരു സമയം അവൻ എത്തിച്ചിട്ടില്ല, അതുകൊണ്ട്. കാരണം ലിഅന്നല്ലൈല യുദ്രിക്കുഹു ഖബല തമാമി, ലിഅന്നല്ലൈല രാത്രി യുദ്രിക്കുഹു ഖബല തമാമി ഫലം യൽസമുഹു കമൻ അദ്റക മിൻ അവ്വലി വഖ്തി സ്വലാത്തി. അപ്പോൾ ഇവിടെ പറഞ്ഞെന്താണ്, ലിഅന്നഹു ലം യുദ്രിക് മിനൽ വഖത്തിൽ നിന്ന് അവൻ എത്തിച്ചിട്ടില്ല മാ യുംകിനു സൗമ ഫി മാ ഒന്ന് യുംകിനു സൗമ ഫി ആ സമയത്തിൽ നോമ്പ് സൗകര്യമാകുന്നത് വക്തിൽ നിന്ന് എത്തിച്ചിട്ടില്ലല്ലോ. കാരണം ലിഅന്നൽ ലൈല യുദ്രിക്കുഹു ഖബല തമാമി, കാരണം രാത്രി അത് അവൻ എത്തിച്ചു ഖബല തമാമിൻ്റെ മുമ്പ്. അപ്പോൾ ഫലം യൽസമുഹു അപ്പോൾ അതവന് നിർബന്ധമില്ല. ഏതുപോലെ കമൻ അദ്റക മിൻ അവ്വലി വഖ്തി സ്വലാത്തി, ഒരുത്തനെ പോലെ അവൻ എത്തിച്ചു നിസ്കാരത്തിൻ്റെ ആദ്യ വക്കത്തിൽ നിന്ന് ഖദറ റക്കാത്തിൻ ഒരു റക്കാത്ത് എത്തിച്ചു, അത് ഓക്കെ. സുമ്മ ജന്ന പിന്നെ അവൻ ഭ്രാന്തനായി, അതായത് ഇപ്പോൾ ളുഹർ ബാങ്ക് വിളിച്ചു,
ഒരു ഒരു മിനിറ്റ് ആയപ്പോഴേക്കും എന്തായി, അവൻ്റെ ബോധം നഷ്ടപ്പെട്ടു പോയി, ഭ്രാന്തനായിപ്പോയി. അപ്പോൾ സുമ്മജന വൈം ബലഗസ്, അപ്പോൾ അതുപോലെയാണ് ഇതും. ഇനി വൈൻ ബലഗസബിയ അസ്നായൗമിൻ, വൈൻ ബലഗസബിയു അസ്നാ, ഇനി വേറെ വിഷയം പറയാണ്. വൈൻ ബലഗസബിയു, കുട്ടി ബുലുവായി അസ്നായൗമിൻ മിൻ റമളാൻ, റമളാൻ്റെ ഒരു ദിവസം, ഒരു ദിവസത്തിൻ്റെ ഇടയിലാണ് അവന് ബുലുവായത്. എന്നാൽ നെലർത്ത, അവിടെ നീ നോക്കണം എന്താണ്, ഫൈൻ കാന മുഫ്തിറൻ, അവൻ നോമ്പ് മുറിച്ചവനായിരുന്നെങ്കിൽ ഫവകൽ കാഫിർ, അപ്പോൾ കാഫിറിൻ്റെ വിധിയാണ് അവന്. ഇതാ അസ്ലമ, മുസ്ലിമായാലുള്ള കാഫിറിൻ്റെ വിധിയാണ്. വൽ മജ്നൂനി ഇതാ ഫാക്ക, ബോധം വന്ന ഭ്രാന്തൻ്റെയും വിധിയാണ്. ഫി ജമീ മാതക്കർ, നാം പറഞ്ഞ മുഴുവത്തിലും. ഭയങ്കര സായിമൻ, ഞാൻ നോമ്പ് പിടിച്ചവനാണെങ്കിൽ ഫബി വജാൻ, അപ്പോൾ രണ്ട് വജ് ഉണ്ട് അതിൽ. അഹദുഹ, രണ്ടിലൊന്ന് ഇസ്താബ് ഇത്മാമു, പൂർത്തിയാക്കൽ സുന്നത്താണ്. ലന്നഹു സൗമൻ, ലന്നഹു സൗമാണല്ലോ അത്. അപ്പോൾ ഫസ്തഹ ബൈത്തുമാസ്, അത് പൂർത്തിയാക്കൽ സുന്നത്താണ്. അപ്പോൾ നോമ്പുകാരനായിരിക്കും ഒരു കുട്ടി ബുലുവായി, എന്നാൽ എന്തപ്പോൾ വേണമെന്ന് പറഞ്ഞത്, അവന് പൂർത്തിയാക്കൽ സുന്നത്താണെന്നാണ്. വയജിബു ഖലാഹു, ഖലാവിട്ടൽ നിർബന്ധമാണ്. ലന്നഹു ലം യൻവിൽ ഫർള മിൻ അവ്വലിഹി, ഖലാ വീട്ടണം. കാരണം ലന്നഹു ലം യൻവിൽ ഫർള, അവൻ ഫർള് കരുതിയിട്ടില്ലല്ലോ. മിൻ അവ്വലി, ആദ്യം മുതൽ ഫർദിനെ കരുതിയിട്ടില്ലല്ലോ. അപ്പോൾ ഫവജബ ഖലാഹു, അപ്പോൾ ഖലാഹ് നിർബന്ധമായി. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത്, ഖലാവും വീട്ടണം, നോമ്പ് പൂർത്തിയാക്കാൻ വേണം, വേറെ ഖലാവും വീട്ടണം എന്നായി. അങ്ങനെയാണ് മസാല അല്ലേ. ഇനി വസാനി, രണ്ടാമത്തേത് യൽസമുഹു ഇത്തുമാമുഹു, അതിനെ പൂർത്തിയാക്കൽ അവന് നിർബന്ധം. ആദ്യം പറഞ്ഞ സുന്നത്താണ്. വൈസ്താബു ഖലാഹു, ഖലാഹ് സുന്നത്ത്. അപ്പോൾ നേരെ തിരിച്ചായിന്. ഒരു കുട്ടി റമളാൻ മാസത്തിൽ നോമ്പുണ്ട്, നോമ്പോടുകൂടി ബുലുവായി. അപ്പോൾ അവൻ ഇപ്പോൾ ഉള്ള നോമ്പ് പൂർത്തിയാക്കൽ നിർബന്ധവും അതിനെ ഖലാ വിട്ട സുന്നത്തുമാണ്. കാരണം ലന്നഹു സാറ മിൻ അഹ്ലിൽ വുജൂബി, കാരണം എന്താണ്, അവൻ ഖലാ വിട്ട സുന്നത്തും പൂർത്തിയാക്കൽ നിർബന്ധം എന്ന് പറയാൻ കാരണം എന്താ, ലന്നഹു സാറ മിൻ അഹ്ലിൽ വുജൂബി ഫി അസ്നാഇൽ ഇബാദത്തി, ആ ഇബാദത്തിന് ആരാധനൻ്റെ ഇടയിൽ അവൻ നിർബന്ധമായ അഹ്ലുകാരിൽപ്പെട്ടവനായേക്കാണ്. അതുകൊണ്ട് ഫയൽ സിമഹു ഇത്മാം, അപ്പോൾ അവൻ അതിനെ പൂർത്തിയാക്കൽ നിർബന്ധമാണ്. ഏതുപോലെ കമാലൗ ദഖല ഫി സൗമി തതവ്വുഇൻ സുമ്മ നദറ ഇത്മാമഹു, ഏതുപോലെ ഒരാൾ കടന്നു ഫി സൗമി തതവ്വു, സുന്നത്തായ നോമ്പിൽ പ്രവേശിച്ചു. സുമ്മ നദറ ഇത്മാമഹു, പിന്നെ അവൻ അതിനെ പൂർത്തിയാക്കൽ നേർച്ചയാക്കിയാലുള്ളതുപോലെ. അപ്പോൾ അവനെ പൂർത്തിയാക്കൽ നിർബന്ധമല്ലേ, അപ്പോൾ അതുകൊണ്ടാണ്. അതാണ് കമായിദാ ലൗ ദഖല ഫി സൗമി തതവ്വു അല്ലേ, സുന്നത്തായ നോമ്പിൽ പ്രവേശിച്ചു. സുമ്മ നദറ, പിന്നെ അവൻ നേർച്ചയാക്കി, അതിനെ പൂർത്തിയാക്കാൻ നേർച്ചയാക്കിയാലുള്ളതുപോലെ. അശ്ശർ, ഇനി ഷറഹ് പറയണ്ട. ഖൗലുഹു, മുസന്നിഫിൻ്റെ കൗല്. വലിഹാദാ ലാ യുആഖദു ബി ഖളാഇ മാ തറക്കഹു, വലിഹാദ എന്ന് പറഞ്ഞില്ല ഇവിടെ. വലിഹാദ ഇക്കാരണത്തിനാണ് ലാ യുആഖദു പിടിക്കപ്പെടുകയില്ല. ബി ഖളാഇ മാ തറക്കഹു, അവൻ ഒഴിവാക്കിയതിനെ ഖളാ വീട്ടൽ കൊണ്ട്. അതുപോലെ തന്നെ വലാബി ലമാനി മാ ലഫഹു എന്ന് പറഞ്ഞല്ലോ, അവൻ നശിപ്പിച്ച ഒന്നിൻ്റെ ഉത്തരവാദിത്തം കൊണ്ടും പിടിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞില്ല അവിടെ, നേരത്തെ പറഞ്ഞല്ലോ മുസന്നിഫ്. അതിൻ്റെ ഷറഹ് പറയും. ഇന്നമാ ലാ യുതാലബുൽ മുത്ലിഫുൽ ഹർബിയു, അതായത് ഇന്നമാ നിശ്ചയം തീർച്ചയായും ലാ യുതാലബു തേടപ്പെടുകയില്ല, അൽ മുത്ലിഫു അൽ ഹർബിയായ നശിപ്പിച്ചവനോട്, ഹർബിയായ കാഫിറിനോട് തേടപ്പെടുകയില്ല എന്നാണ്. വമ്മദ് ദിമ്മി, അപ്പോൾ ദിമ്മിയാകുന്നത് ഫൈ ത്വാലബു, അവനോട് തേടപ്പെടും. ബിൽ ഇജ്മാ കൊണ്ട് തേടപ്പെടുന്നതാണ്. വമാ ആദ, ഇപ്പറഞ്ഞതോടുകൂടി തഹസുലു ദലാലത്തുണ്ടായി. ലന്നഹു ഇദാ സബത ഫിൽ ഹർബിയിൽ സ്ഥിരപ്പെട്ട ഇസ്തംബത മിൻഹു ദലീലുൻ, ഇസ്തിംബാത്ത് അവനിൽ നിന്ന് ദലീൽ ഇസ്തിംബാത്തായി. ലിദ്ദിമ്മി, എനിക്ക് ഈ പറഞ്ഞ എന്താ, ഇനി അടുത്ത വിഷയമാണ് കേട്ടോ, ഷറഹോടെ കഴിഞ്ഞു. അത് ഇനി അമ്മൽ അഹ്കാമുൽ ഫാസിൽ, ഈ പാഠത്തിൻ്റെ ഹുക്കുമുകളെ പറയണം.
ഫഫീൽ മസലത്തി തരീഖാൻ, ഈ മസല രണ്ട് തരീഖുണ്ട്. അഹദുമ രണ്ടിലൊന്ന് തരീഖത്തുൽ മുസന്നിഫിൻ്റെ തരീഖാണ്. വസായിരിൽ ഇറാഖീന മറ്റ് ഇറാഖീങ്ങളുടെയും തരീഖാണ്. എന്താണത്? അന്നൽ മജ്നൂന, ആ വിഷയങ്ങൾ വീണ്ടും ആവർത്തിക്കണം. അന്നൽ മജ്നൂന ഭ്രാന്തൻ ഇദാഫാക്ക്, അവന് ബോധം വന്നാൽ ഫിയസിനായി നഹാരി റമലാൻ, റമലാനിൻ്റെ പകലിൻ്റെ ഇടയിൽ, വൽ കാഫിറ കാഫിറിദ അസ്ലമ ഫീഹി, റമലാനിൻ്റെ പകലിൻ്റെ ഇടയിൽ മുസ്ലിമായാൽ, വസ്സബിയ സബിയ ഇദാ ബലഗ ഫീഹി, റമലാനിൻ്റെ ഇടയിൽ മുഫ്തിറൻ സുന്നത്ത് നോമ്പ് മുറിച്ചവനായിട്ടാണ് പ്രായപൂർത്തിയായാൽ, ഉസ്തഹിബ ലഹും അവർക്ക് സുന്നത്താണ്, ഇംസാക്കു ബഖിയത്തിഹി അവൻ്റെ ബാക്കിയുള്ള സമയങ്ങളെ പിടിച്ചു വെക്കൽ, നോമ്പുകാരനെ പോലെ പിടിച്ചു നിൽക്കൽ സുന്നത്താണ്. വലാ യജിബു ദാലിക്, അത് നിർബന്ധമില്ല എന്നാണ് അല്ലേ. അപ്പോൾ ഈ മസലയിൽ രണ്ട് തരീക്കാണ്. അപ്പോൾ മസല മൊത്തം പറഞ്ഞിട്ട് നമ്മൾ പറയുകയാണ്. ഇപ്പോൾ ഇവിടെ ഒന്നായി പറഞ്ഞു, നോമ്പുകാരൻ ഭ്രാന്തന് റമലാൻ്റെ പകലിൻ്റെ ഇടയിൽ ഭ്രാന്ത് മാറി, കാഫിർ റമലാൻ്റെ പകലിൻ്റെ ഇടയിൽ മുസ്ലിമായി, കുട്ടി ബുലൂഗായി, നോമ്പ് മുറിച്ച കുട്ടി, നോമ്പില്ലാത്തൊരു കുട്ടിക്ക് ബുലൂഗായി, എന്നാൽ അവർക്കെല്ലാം സുന്നത്ത് എന്താണ്? ആ ബാക്കി സമയം കൂടി നോമ്പുകാരനെ പോലെ പിടിച്ചു വെക്കൽ സുന്നത്താണ്, അത് നിർബന്ധമില്ല എന്നാണ് മൊത്തപ്പോൾ പറഞ്ഞത്. ഇത് മുസന്നിഫിൻ്റെയും മറ്റ് ഇറാഖിങ്ങളുടെയൊക്കെ മദ്ഹബ് ഇതാണ്. വഫി ഉജൂബി ഖലാഇ വജ, ഇനി ഖലാ വീട്ടിൽ നിർബന്ധമുണ്ടോ എന്നതിലേക്ക് വരികയാണ്. അപ്പോൾ ഖലാ വീട്ടിൽ നിർബന്ധമുണ്ടോ? അതിൽ രണ്ട് വജ. അസഹിയ അഭിപ്രായം, അൽ മൻസൂസായ അഭിപ്രായം, നെസ്സാക്കപ്പെട്ടത് ഷരീഫിൽ ബുവൈത്തിയിൽ നെസ് ചെയ്യപ്പെട്ടെന്താ? ഹർമലത്തിലും ലാ യജിബു എന്നാണ്, നിർബന്ധമില്ല, ഖലാ വീട്ടിൽ നിർബന്ധമില്ല എന്നുമാണ്. ഇനി വഖാല ഇബ്നു സുറൈജ് പറഞ്ഞു യജിബു, ഖലാ വീട്ടിൽ നിർബന്ധമാണ്. വദക്കറൽ മുസന്നിഫ് പറഞ്ഞു ദലീലൽ ജമീ, മുഴുവത്തിൻ്റെയും തെളിവ് പറഞ്ഞു അല്ലേ. വൈൻ ബലഗ സബിയു സായിമ, ഇനി വേറെ വിഷയം, ഇനി കുട്ടി നോമ്പുകാരനായിട്ടാണ് ബുലുവായത്, ഫിയാസിനായി റമലാൻ്റെ പകലിൻ്റെ ഇടയിൽ നോമ്പുകാരനായിരിക്കെ ബുലുവായാൽ, പ്രായപൂർത്തിയാൽ, ലസിമഹു ഇത്മാം, അവൻ അതിനെ പൂർത്തിയാക്കൽ നിർബന്ധമാണ്. അൽ മൻസൂസായ അഭിപ്രായപ്രകാരം നിർബന്ധമാണ്. വഹുൽ അസ്വാ, അതാണ് അസാഭിപ്രായം. വിത്തിഫാക്കിൽ അസ്വാബി, അസ്വാബിൻ്റെ ഏകോപനം കൊണ്ട്. അലാഹ, ഇത് പ്രകാരം ലാ യസ്ലമു ഖലാ, അപ്പോൾ അവന് ഖലാ വീട്ട് നിർബന്ധം ഇല്ല. ഇനി വഫീഹി വജുവൻ, അതിലൊരു വജുഹുണ്ട്, അന്നോ യുസ്താബു ഇത്മാമുഹു, പൂർത്തിയാക്കൽ സുന്നത്തും, വൈജിബു ഖലാഹു, ഖലാ നിർബന്ധവുമാണെന്ന് വേറൊരു വജുഹുണ്ട്. ദക്കറൽ മുസന്നിഫു ദലീലഹും, അത് രണ്ടിനെ തെളിവ് മുസന്നിഫ് പറയുകയും ചെയ്തു. അപ്പോൾ മുസന്നിഫ് അതൊക്കെ നേരത്തെ പറഞ്ഞു പോയ വിഷയമാണ്, അത് വീണ്ടും പറയുന്നത്. ഇനി വസാനിയത്ത്, രണ്ടാമത്തെ തരീഖത്തുൽ ഖുറാസീൻ, അപ്പോൾ രണ്ട് തെളിവാണ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അമൽ അഹ്കാമുൽ ഫസീൽ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ, അവിടെ രണ്ടെണ്ണം എന്ന് പറഞ്ഞില്ലേ. ഇനി അഹദുഹുമ പറഞ്ഞ്, ഇനി പറയണ രണ്ടാമത്തെ എന്താ? തരീഖത്തുൽ ഖുറാസാനിയീന, ഖുറാസാനിങ്ങളുടെ തരീഖത്താണ്. എന്താണ്? അന്ന ഫി ഇംസാക്കിൽ മജ്നൂനി, മജ്നൂനിൻ്റെ ഇംസാക്കിൽ, വൽ കാഫിരി വസ്സബീദ ബലഗ ഫി മുഫ്തിറൻ ഫി അർബഅത ഔജുഹിൻ എന്നാണ്. 4 വജ്ഹ് പറയണം. എന്തൊക്കെയാണത്? നാല് വജ്ഹ് പറഞ്ഞു. ഏത് വിഷയത്തിൽ? ഖുറാസാനിങ്ങളുടെ മാർഗം, ഭ്രാന്തൻ്റെ നോമ്പിൻ്റെ ഇംസാക്കിൽ, കാഫിറും സബിയും എപ്പോൾ ഇതാ ബലഗ ഫി മുഫ്തിറൻ, നോമ്പുകാരനായിട്ടാണ് ബുലുഗായതെങ്കിൽ, അതിൽ 4 വജ്ഹുണ്ട്. ഒന്ന് അസഹും, അതിലേറ്റവും അസഹ് യുസ്താബു, സുന്നത്താണെന്നാണ്. വസാനി, ഇംസാക്ക് സുന്നത്താണ്. രണ്ടാമത്തെ അഭിപ്രായം യജിബു, നിർബന്ധമാണ്. വസാലിത് മൂന്നാമത്തെ എൽസമുൽ കാഫിറ തൂനവും, കാഫിറിന് നിർബന്ധവും മറ്റുള്ളവർക്കില്ല. കാരണം ലി തഖ്സീരിഹി, അവനെന്താണ് വീഴ്ച വരുത്തിയതിന് വേണ്ടി എന്ന്. വറാബിയു, നാലാമത്തത് എൽസമുൽ കാഫിറ വ സബിയ, കാഫിറിനും സബീനും നിർബന്ധമാണ്. ലി തഖ്സീരിഹിം, അവർ രണ്ടുപേരും വീഴ്ച വരുത്തിയതിന് വേണ്ടി. ഫൈനു യസിഹു മിന സബി, സബിയിൽ നിന്ന് ശരിയാകും. ദൂനൽ മജുനിന്, ഭ്രാന്തനെ കൂടാതെ. ഖാലൂർ പറഞ്ഞു വമ്മൽ ഖലാവു, അപ്പോൾ ഖലാ വിട്ടൽ ഫല എൽസമുൽ കാഫിറ വൽ മജ്നൂന വ സബിയ അൽ മുഫ്തിർ അൽ അസഹി, കാഫിറിനും ഭ്രാന്തനും കുട്ടിക്കും
നോമ്പ് മുറിച്ച കുട്ടിക്കും അസഹ് പ്രകാരം നിർബന്ധമില്ല. മിനൽ വജ്ഹൈനി, രണ്ട് വജ്ഹിൽ നിന്ന്. വഖീല മിനൽ ഖൗലൈൻ, അല്ല ഖൗലിൽപ്പെട്ടതാണെന്ന് പറയപ്പെട്ടു. വജ്ഹിൽ നിന്ന് അസഹ് പ്രകാരം അല്ല, ഖൗലിൽപ്പെട്ട അസഹ് പ്രകാരം. അവസാനി രണ്ടാമത് എൽസമുഹും, അവർക്ക് നിർബന്ധമാണെന്നാണ്. വഖീല പറയപ്പെട്ടു എൽസമുൽ കാഫിറ ദൂനഹുമ, കാഫിർ നിർബന്ധം അവർ രണ്ടുപേർക്കും കൂടാതെ. ബസ് സഹുൽ ബഗവി, ബഗവിമാം അതിനെ സഹിയാക്കി. വഹുവ ദഈഫൻ ഗരീബൻ, അത് ഗരീബായ ലൈഫായ അഭിപ്രായം. വൈകാന സബിയു സായിമൻ, ഈ നോമ്പുകാരനാണ്, കുട്ടി നോമ്പുകാരനാണെങ്കിലും ഫല്ല മദ്ഹബ്, അപ്പോൾ മദ്ഹബ് ലുസൂമ് ഇത്തിമാമി, അത് പൂർത്തിയാക്കൽ നിർബന്ധമാണെന്നാണ്. വിലാ കലായിൻ, കലാ വേണ്ട. വക്കീല പറയപ്പെട്ടു യുന്തബി ഇത്തിമാമു, പൂർത്തിയാക്കൽ സുന്നത്താണ്. വാജിബുൽ കലാവ്, കലാവ് നിർബന്ധമാണ്. അപ്പോൾ ബന ജമാഅത്തുൻ മിൻഹു, അവരിൽ നിന്നൊരു ജമാഅത്ത് എടുത്തു ഖിലാഫിനെ ഫിൽ ഖലായിൽ അലിൽ ഖിലാഫി ഫിൽ ഇസ്തിംസാഖി, ഇസ്തിംസാക്കിലുള്ള കലായിൻ ഖിലാഫിൻ്റെ മേൽ. ഫബി കൈഫത്തിൽ ബിനായി സലാസൗജായിൻ, അപ്പോൾ ഈ എടുക്കുന്നതിൻ്റെ രൂപത്തിലുണ്ട് 3 വജ്ഹുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി പിന്നെ പറയാം. മുസന്നിഫ് നേരത്തെ അതൊക്കെ പറഞ്ഞു വെച്ച് പിന്നെ നമ്മളത് വിശദീകരിക്കണം.